കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. ഉള്ളിലേക്ക് കേറണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ ചുരിദാറിന്റെ ഷോളിനറ്റം പിടിച്ചവൾ തിരിച്ചുറ്റിയതും അത്രയും അരികെ കിട്ടിയ സാമീപ്യത്തിൽ അവളുടെ കഴുത്തിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ചാലിട്ടു. ഇപ്പോഴും നീ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ? അത് ലോക്കല്ല കുഞ്ഞെ, തുറന്നു കേറ്. അവൾക്ക് തൊട്ടരികിലൂടെ മുട്ടും മുട്ടിയില്ല എന്നുള്ള രീതിയിൽ ചരിഞ്ഞു ചെന്ന് വാതിലിന്റെ നോബ് തുറന്നുകൊണ്ട് അവൻ അവളെ അകത്തേക്ക് വിളിച്ചു. നെറുകയിലൂടെയും കഴുത്തിലൂടെയും ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുള്ളികളെ പുറം കയ്യാലെ തുടച്ചുകൊണ്ട് പരിഭ്രമത്തിൽ പെണ്ണ് അവന്റെ മുഖത്തു നോക്കി. എന്റെ പൊന്നമലു, നീ അവിടെ നിന്നാൽ നോട്ട്സ് അങ്ങോട്ട് വരില്ല. അതിന് നീ ഇവിടേക്ക് കയറിയേ പറ്റൂ. മനോഹരമായ പുഞ്ചിരിയോടെ, എന്നാൽ അവളെ ഇത്തിരി കളിയാക്കുന്ന പോലെയാണ് അവന്റെ സംസാരവും പ്രവൃത്തിയുമെല്ലാം. അവളെ സമാധാനിപ്പിക്കാനാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് പെണ്ണിന്റെ പരിഭ്രമം കൂട്ടുകയാണ് ചെയ്തത്. അത് ആ മുഖത്ത് തെളിയുന്ന കണ്ടതും ഹരൻ നെറ്റിയിലൊന്ന് കൈയടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി മേശയിൽ ഇരുന്ന് തന്റെ ലാപ്പ് കയ്യിലേക്കെടുത്തു. എന്നാൽ അവൻ തന്റെ അരികിൽ നിന്ന് മാറിയതും ശ്വാസം നേരെയാക്കുന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു ആമ്പൽ. ഒപ്പം കഴുത്തൊരൽപ്പം അകത്തേക്കിട്ട് അവൾ മുറിയാകെ നോക്കി. കിങ്ങിണി, അവളെ കാണുന്നില്ല. ഇന്നിപ്പോൾ വന്നത് മുതൽ ഈ നേരം വരെ വീടിനുള്ളിലെല്ലാം നോക്കി. തന്റെ നോട്ടത്തിന്റെ കൂടുതൽ കണ്ടിട്ടാവും ടീച്ചർ പറഞ്ഞു ഈ മുറിയിൽ കാണുമെന്ന്. പക്ഷെങ്കിൽ ഇതിപ്പോ മുറിയിലും കാണുന്നില്ല. മുകളിലേക്ക് കയറാതെ തല ഉള്ളിലേക്കിട്ട് പറ്റുന്ന വിധത്തിലേക്ക് അവൾ എത്തി നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒട്ടകപക്ഷിക്ക് നീയൊരു കോമ്പറ്റീഷൻ ആവും കേട്ടോ അമലു. ഈ തവണ കളിയാക്കുന്നതിനൊപ്പം ഉറക്കെ ചിരിക്കുക കൂടി ചെയ്തോടെ ആ മുഖം കുഞ്ഞു കുട്ട പോലെ വീർത്തു. മുഖം മാറ്റിയുള്ള ചിരിയോടെ അവൻ പിന്നെ നോക്കുമ്പോൾ കാണുന്നത് ആ മുഖമാണ്. കാണാൻ നല്ല ചേലുണ്ടിപ്പോ. ഇതിപ്പോ ചില കുട്ടികൾ പിണങ്ങിയിരിക്കില്ലേ, അതുപോലെയുണ്ട്. വീണ്ടും വീണ്ടും അവരോട് കുരുത്തക്കേട് കാണിച്ച് അവരെ പിണക്കാൻ തോന്നുന്ന പോലെ ഒരു ചന്തമില്ലേ? അതേ ചന്തത്തോടെ നിൽക്കുന്ന പെണ്ണിനോട് പിന്നെയും ഓരോന്ന് പറയാൻ ഏതന് വല്ലാത്തൊരു രസം തോന്നുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നിന്നാൽ രമ്യ വന്നതിന് ശേഷം മാത്രമേ എഴുത്തു നടക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് അകത്തേക്ക് കയറുക, എന്നിട്ട് ഇത് നോക്കി എഴുതാം. പറയുന്നതിനൊപ്പം തന്നെ അവൻ കയ്യിലിരുന്ന ലാപ്പ് സൈഡിലേക്ക് കൃത്യമായി വെച്ചുകൊണ്ട് ഒരു ഫോൾഡർ തുറന്ന് അവക്ക് നോട്ട്സ് കാണിച്ചു കൊടുത്തു. ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഇന്നലെ കുറെ അധികം പ്രിപ്പറേഷൻ വാക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ചാർജ് ചെയ്തിടാൻ മറന്നു. രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോഴെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ ചാർജിലിരുന്നേനെ. പക്ഷേ എങ്കിൽ കുളിക്കുന്ന നേരമാണ് ഓർത്തത്. അതിന്റെ പ്ലഗ് ഇവിടെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ലാഭം തന്ന് ഞാൻ തന്നെ ഫ്രണ്ടിൽ ഇരുത്തിയേനെ. അവളുടെ മനസ്സിലുള്ള ചോദ്യത്തിന് കണ്ണിലേക്ക് നോക്കിയാണ് ഏതൻ മറുപടി നൽകിയത്. എന്നാൽ ആ നേരം തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതുപോലെ പറയുന്നവനെ ആമ്പലു വിടർന്ന കണ്ണുകളോടെ നോക്കി നിന്നു. ആ നോട്ടത്തിൽ നിന്ന് തന്നെ അറിയാം താൻ പറയുന്നതായിരുന്നു അവളുടെ മനസ്സിലൂടെ ഈ നേരം വരെ ഓടിക്കൊണ്ടിരുന്നതെന്ന്. കുഞ്ഞൊരു പുഞ്ചിരിയോടെ എഴുതാനായി കസേര അവൾക്കായി അല്പം നീക്കിയിട്ട് കൊടുത്തുകൊണ്ട് ഏതൻ അവിടെ നിന്നും മാറി. ഇപ്പോൾ 7:30 കഴിഞ്ഞതല്ലേ ഉള്ളൂ. എനിക്കൊരു 8:15 8:30 ഇറങ്ങണം അമലു. അതുവരെ ഇവിടെ ഇരുന്ന് എഴുത്. അപ്പോഴേക്കും അവരും ഇങ്ങെത്തും. പിന്നെ എഴുതുന്നതിനിടയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ. പറഞ്ഞു തരുന്നത് കൺഫ്യൂസ് ആകുന്നെങ്കിൽ പിന്നെ ഒന്നും ചോദിക്കണ്ട, ഞാൻ പറഞ്ഞു തന്നോളാം കേട്ടോ. പറയുന്നതിനൊപ്പം തലയാട്ടി അവനെ നോക്കിയതും അവളും തിരിച്ച് തലയാട്ടി മറുപടി നൽകി. എങ്കിൽ ഇവിടെ ഇരുന്നോ, ഞാൻ പുറത്ത് കാണും. പറഞ്ഞുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് നടന്നു. സർ, കാറ്റുപോലെ അങ്ങനൊരു വീള് കേട്ടോ എന്ന സംശയത്തിൽ അവനൊന്ന് തിരിഞ്ഞു നിന്നു. വിളിച്ചോ? ആ, എന്തേ എഴുതി തുടങ്ങുന്നതിന് മുന്നേ സംശയമായോ? ഇത്തിരി നീട്ടിയുള്ള ചോദ്യത്തിൽ മുഖം മാറുമെന്ന് അറിയാമായിരുന്നെങ്കിലും അത്രയും കടുക്കുമെന്ന് അവൻ കരുതിയില്ല. ഒന്നുമില്ല. മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും അനങ്ങിയോന്ന് പോലും സംശയം തോന്നുന്ന വിധം അത്രയും താഴ്ന്ന ഒരു ശബ്ദം. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. പിണങ്ങി എന്ന് കണ്ടതും അവൻ അകത്തേക്ക് കയറി ചെന്ന് മുന്നിലേക്ക് നിന്നു. ഇത്തവണ അവിടെ നോക്കാതെ തന്നെയാണ് തലയാട്ടിയത്. ഈ ആള് എവിടെയാണെന്ന് ചോദിക്കാനാണോ ഇത്രയും പ്രശ്നം? അവൻ കിടക്കുന്ന കട്ടിലിന്റെ സൈഡിൽ കുഞ്ഞൊരു ബെഡ് ചൂണ്ടിക്കാട്ടി അവൻ ചോദിച്ചതും അവളുടെ കൈകൾ അതിന് പിന്നാലെ പോയി. ഇത്തിരി ഇല്ലാത്ത കുഞ്ഞൊരു ബെഡിന് മുകളിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞ മറ്റൊരു പഞ്ഞിക്കെട്ട്. ആമ്പലിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. കിങ്ങിണി! ഇത്രയും അധികം സന്തോഷത്തോടെ അതിനെ എടുക്കാൻ പോയതും കയ്യിൽ കിട്ടിയത് ചുരിദാറിനടുത്ത് പിടിച്ചവനങ്ങ് നിർത്തി. എവിടേക്കാ ഈ ഓട്ടം? അവളുടെ പാഞ്ഞുള്ള പോക്കിൽ നോക്കി അവൻ ഇത്തവണ ഞെട്ടിയാണ് ചോദിച്ചത്.
അത് പിന്നെ കിങ്ങിണി. ഊവ്, കിങ്ങിണി. അതിനിപ്പോ എന്താ ഞാൻ എടുക്കാൻ? ആ, ഇതാപ്പോ നന്നായേ. നീ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നതാണോ അതോ പൂച്ചക്കുഞ്ഞിനെ നോക്കാനോ? ഇത്തവണ അവന്റെ ശബ്ദത്തിൽ കുറച്ചു മുന്നേ ഉണ്ടായിരുന്ന കുറുമ്പോ കുസൃതിയോ ഒന്നുമില്ലായിരുന്നു. മറിച്ച് ദ ഗ്രേറ്റ് ഏതന്റെ കാർക്കശ്യമുള്ള ശബ്ദമായിരുന്നു അവിടെ. അത് കേട്ടതും ഇത്രയും നേരമില്ലായിരുന്ന ഭയം അവളിൽ വളരെ വേഗം മടങ്ങിയെത്തി. അത് ഞാൻ നോക്കമലു, ഇവിടെ ഇപ്പൊ നിന്നെ കൊണ്ടുവന്നിരുത്തിയത് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനല്ലേ? ഉം ഒട്ടും ജീവനില്ലാത്ത ഒരു മൂളലായിരുന്നു മറുപടിയായി കിട്ടിയത്. ഇങ്ങോട്ട് നോക്കിയേ, ഇനി താൻ പറയാൻ പോകുന്ന കാര്യം. അവൾ തന്റെ മുഖത്തൊന്ന് നോക്കി വായിച്ചെടുക്കണം എന്ന നിർബന്ധമുള്ള പോലെ അവൻ ഇത്തിരി ബലത്തിൽ വിളിച്ചു. അത് മനസ്സിലായതുകൊണ്ടോ അതോ സ്വരത്തിലെ കണം കൂടിയിരുന്നത് കൊണ്ടോ എന്തോ അവൾ ആ മുഖത്തേക്ക് പേടിച്ചു നോക്കി. അറിയാലോ, ഇനി മുതൽ ഞങ്ങൾ ടീച്ചേഴ്സിന് ട്രെയിനിങ് ആണെന്ന്. അതങ്ങോട്ട് തീർന്നാൽ നിങ്ങളുടെ മോഡ്യൂൾ ടെസ്റ്റും തുടങ്ങും. അതായത് നിങ്ങൾ കുട്ടികൾക്ക് ഒരു സംശയം ചോദിക്കണമെന്ന് മനസ്സിൽ വന്നാൽ പോലും ഞങ്ങളെ കിട്ടാൻ വഴിയില്ലെന്ന് ചുരുക്കം. ദിവസവും ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്നിട്ട് പോലും നിങ്ങളുടെ സ്റ്റഡീസും പ്രാക്ടിക്കലും ലാബും ഡൗട്ട്സും ഒന്നും പ്രോപ്പർ ആകുന്നില്ല. അപ്പൊ പിന്നെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇല്ലാതിരുന്നാൽ എക്സാമിന്റെ കാര്യം കഷ്ടത്തിലാകും എന്ന് ഞാൻ പറയാതെ തന്നെ അറിയില്ലേ അമലുവിന്? അല്ലേ? അങ്ങനെയുള്ളപ്പോൾ നല്ല കുട്ടികൾ എന്താ ചെയ്യണ്ടേ? കിട്ടുന്ന സമയത്ത് മാക്സിമം ടീച്ചേഴ്സിന്റെ പ്രസൻസ് യൂസ് ചെയ്യണം. അതായത് പഠിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ടത് അതാത് നേരത്ത് മറ്റു പലതിനും മൂടി സമയം വെറുതെ കളയുകയല്ല ചെയ്യണ്ടേ, മറിച്ച് പഠിക്കുകയാണ് വേണ്ടത്. നോട്ട്സ് എഴുതാൻ തന്നിട്ടും അത് ചെയ്യാതെ ഓടിപ്പോയതവന് ദേഷ്യമായി എന്ന് മനസ്സിലായതും ആ കൺകോണിനറ്റത്ത് കുഞ്ഞൊരു നദിയുടെ ഉറവ പെയ്യാൻ വെമ്പി. അതവൻ കാണാതിരിക്കാൻ വേണ്ടി മുഖം നല്ലോണം കുനിച്ചെങ്കിലും അവളിൽ നിന്നും ഇമ ചിമ്മാതെ നിന്നവന്റെ കണ്ണുകൾ അത് കാണാതെ പോയില്ല. അമലു, തള്ളവിലും മറ്റ് 2 വിരലുകളും ചേർത്ത് നെറ്റിയിൽ ഒന്ന് അമർത്തിയൊഴിഞ്ഞ് അവൻ ശബ്ദമില്ലാതെ വിളിച്ചു. കരയല്ലേ? അപ്പോഴേക്കും അത് താഴേക്കൊഴുകിയിരുന്നു. ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാമലോ? ആർക്കും നിന്നോടൊരു കാര്യവും പറയാൻ പറ്റില്ലല്ലോ. കുറച്ചു മുന്നേ ദേഷ്യപ്പെട്ടവൻ അത്രയും മനസ്സമാധാനത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. അത് ഞാൻ കിങ്ങിണി. പറയാൻ വന്നത് പറയാൻ പറ്റാതെ മൂക്കും കണ്ണുമൊക്കെ ആകെ മടക്കി തുടച്ചുകൊണ്ടവൾ അവന്റെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ണുനീരിൽ ഇമകൾ ഒട്ടിയിട്ട് അത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അറിയാം, നിന്റെ കിങ്ങിണിയെ കാണാനുള്ള ആഗ്രഹമൊക്കെ എനിക്കും മനസ്സിലാവും. പക്ഷേങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്നെ ഞാൻ കാണിക്കുമ്പോൾ തന്നെ നീ കണ്ടതല്ലേ അത് ഉറങ്ങുവാണെന്ന്. എന്നിട്ടും ഓടിപ്പോയി അതിനെ ഉണർത്തി കളിക്കേണ്ട കാര്യമുണ്ടോ? ആ നേരം കൊണ്ട് ഈ നോട്ട്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിലോ? അത് ഉണരുകയും ചെയ്തേനെ, നിനക്ക് കുറച്ചു സമയം അതിന്റെ കൂടെ കിട്ടുകയും ചെയ്തേനെ, അല്ലേ? അപ്പോ ഇതൊന്നും ഓർക്കാതെ അതിന്റെ പിന്നാലെ പാഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇനി മറുപടിയൊന്നും അവിടെ നിന്നും വരില്ലെന്ന് തോന്നി ഉത്തരം പോലെ അവൻ പിന്നെയും പറഞ്ഞു തുടങ്ങി. പഠിക്കുന്നതിനേക്കാളും താല്പര്യം അതിനോടൊക്കെയാണെന്നല്ലേ? അല്ലേ അമലു? ചുവന്നിരിക്കുന്ന മുഖവും ഏങ്ങലടിക്കുന്ന കുഞ്ഞു ശബ്ദവും ഒപ്പം വിറയ്ക്കുന്ന ശരീരവും. ഏതൻ കഴിവതും സൗമ്യമായിട്ടാണ് അവളോട് കാര്യം പറഞ്ഞത്. കരഞ്ഞതൊക്കെ പോട്ടെ, വിട്ടേരെ. എന്നിട്ട് സ്വസ്ഥമായി സമാധാനത്തോടെ ആ നോട്ട്സ് എഴുതിയെടുക്ക്. എന്നിട്ട് ആരോടും ചോദിക്കാൻ നിൽക്കണ്ട, ഞാൻ തന്നെ പഠിപ്പിച്ചു തരാം. അത്രയും സമാധാനത്തോടെ പറയുന്നതിനെ അവൾ മിഴികൾ ഉയർത്തി നോക്കി. ഈ മൂഡിൽ ചിലപ്പോൾ അവർ പറഞ്ഞു തരുന്നൊന്നും നിനക്ക് മനസ്സിലാക്കാൻ വഴിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു തരാം. ഇന്നെന്തായാലും അവിടെ പോയി നോക്കട്ടെ. എപ്പോഴാ അവിടെ നിന്നും റിലീവ് ആകുന്നതെന്നറിയില്ല. നേരത്തെ വരികയാണെങ്കിൽ സ്കൂളിൽ വെച്ച് തന്നെ തീർക്കാം. അല്ലെങ്കിൽ അപ്പോഴല്ലേ, എന്തെങ്കിലും മാർഗം ഞാൻ കണ്ടോളാം. ചോദ്യവും ഉത്തരവും സ്വയം പറഞ്ഞുകൊണ്ടവൻ ആ മുഖത്തേക്ക് നോക്കി. ചെല്ല്, പോയി മുഖമൊക്കെ കഴുകി ഒന്ന് വൃത്തിയായിട്ട് വാ. എന്നിട്ട് എഴുതാൻ നോക്കിക്കോ. കണ്ണും നിറച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്നവളെ ഒന്ന് നോക്കി നെടുവീർപ്പെട്ടു അവൻ. അവളെ മുഖം കഴുകി ഇറങ്ങി വരുന്നതുവരെ കട്ടിൽ തന്നെ ഇരുന്നു ഏതൻ. പുറത്തേക്ക് ഇറങ്ങി വന്നതും ലാപ്പ് ഒന്നും കൂടി റെഡിയാക്കി നോട്ട്സ് അവളെ ഒരിക്കൽ കൂടി കാണിച്ചിട്ട് അവൻ പുറത്തേക്കിറങ്ങി. ആ അമലു, എന്തോ? അവൾ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. കിങ്ങിണി ഉറങ്ങി എഴുന്നേൽക്കാൻ കുറെ നേരം പിടിക്കും കേട്ടോ. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ അവൾ നിന്റെ അടുത്ത് തന്നെ വരും. അവൾക്കറിയാമല്ലോ നിന്നെ. കുഞ്ഞൊരു പുഞ്ചിരിയോടെ അവൻ അങ്ങനെ പറഞ്ഞതും ആ കണ്ണുകളിലെ വിഷാദം മാറി അവിടെ കുഞ്ഞു 2 നക്ഷത്രങ്ങൾ തിളങ്ങി. റബ്ബേ, തുടങ്ങി. സോപാനത്തിലേക്ക് കയറിയിരുന്ന ആസി നൗഫിയെ നോക്കി നെറ്റിയിലേക്ക് കൈയടിച്ചു. ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കേടാണ്? ഉള്ള നാം വെച്ച് ചുമ്മാതിരിക്കാനുള്ളതിന് പകരം ദേ കയറി ചൊറിയാൻ പോയേക്കുന്നു.
നൗഫിയും അതിന് മറുപടി എന്ന പോലെ ആസിയെ നോക്കി. ഇതേ സമയം കേട്ട ശബ്ദത്തിന്റെ ഉറവിടം കാണാതെ രമ്യ ചവിട്ടുപടി കയറി അകത്തേക്ക് വന്നിരുന്നു. ആരാടാ ആസി അത് പറഞ്ഞത്? എന്തു പറഞ്ഞു? ആര് പറഞ്ഞു? അവർ നിൽക്കുന്നതിനും പിന്നെ മൂന്നാമത്തെ തൂണിൽ കയ്യും കെട്ടിവെച്ച് അവൾ കാണാതെ നിൽക്കുന്നവനെ അകത്തേക്ക് പോകുന്ന കയ്യും കാണിച്ചുകൊണ്ടാണ് ആസി അതൊക്കെ പറഞ്ഞത്. കൂടുതലൊന്നും പൊട്ടം കളിക്കാതെ അങ്ങേര് എവിടെ ഉണ്ടെന്ന് പറയടാ. തീറ്റി കൂടിപ്പോയതുകൊണ്ടാണോടി ചെവിക്കൊപ്പം കണ്ണും അടിച്ചു പോയത്? ഇത്തവണ പിന്നിൽ നിന്നും വ്യക്തമായി കേട്ട ശബ്ദത്തിൽ രമ്യ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. ആരിത്? ഭീഷ്മ പിതാമഹനോ? എപ്പോഴാണ് ശരശയിൽ നിന്നും എഴുന്നേറ്റ് വന്നത്? ഓൾ ഓക്കേനാ? അവനിൽ നിന്ന് കയ്യും കെട്ടി ആ മുന്നിലേക്ക് നിന്നുകൊണ്ട് അവളും കുറച്ചില്ല. ഭീഷ്മരോ? ആരാടി നിന്റെ ഭീഷ്മർ? അവൾ ഉദ്ദേശിക്കുന്ന അർത്ഥം അറിയാവുന്നതുകൊണ്ട് തന്നെ അവളുടെ വിളിയിൽ അവൻ ശരിക്കും ചൊടിച്ചു. വേറെ ആര്? നിങ്ങൾ തന്നെ. എന്തേ, സംശയമുണ്ടോ? അവന്റെ അടുത്തേക്ക് ചീറിക്കൊണ്ട് അവൾ ചെന്നതും പിന്നിൽ നിന്നും ഒരു വിളി കേട്ടു. രമ്യ. കാലിൽ ചെങ്ങല വീഴും പോലെയുള്ള ആ വിളിയിൽ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഏതൻ സർ. അമലുവിന്റെ അടുക്കൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിയാണ് വിഷ്ണുവിനെ കാണാതെ തിരക്കി വന്നതായിരുന്നു ഏതൻ. എന്താടോ, എന്താ പ്രശ്നം? ഞങ്ങൾ സാറിനോട് രാവിലെ പറഞ്ഞതല്ലേ, ഈ രണ്ടെണ്ണം കൂടി കണ്ടാൽ ഭയങ്കര സ്നേഹമാണെന്ന്. ആ സ്നേഹം വാക്കുകളായി പ്രകടിപ്പിക്കുകയായിരുന്നു രണ്ടെണ്ണം കൂടി. ഏതന്റെ കൂടെ തന്നെ നടന്നുകൊണ്ട് ആസിയാണ് പറഞ്ഞത്. എന്താണ് വിഷ്ണു, എന്താടാ? വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്നവരോട് ഏതൻ തിരക്കി. ദേ, ഇവളുണ്ടല്ലോ, ഈ അഹങ്കാരി, ഇവളെന്നെ ഭീഷ്മർ എന്ന് വിളിച്ചു. ഭീഷ്മരോ? എന്തിന്? കഥ അറിയാതെ ഏതൻ രമ്യയെ നോക്കി. അതെനിക്കെങ്ങനെ അറിയാം? നീ അവളോട് ചോദിക്ക്. ഞാനും അവളോട് തന്നെയല്ലേ ചോദിച്ചത്. അതിന് നീ എന്തിനാ മറുപടി പറഞ്ഞേ? എന്നിട്ട് അവൾ വല്ലതും പറഞ്ഞോ? ശെടാ, അതിന് മറുപടി പറയാൻ നീ സമ്മതിച്ചോ? ഏതൻ അവനെ നോക്കി ഒന്ന് ചൊടിപ്പിച്ചുകൊണ്ട് രമ്യയെ നോക്കി. എന്താ രമ്യ, എന്താ പ്രശ്നം? എന്തിനാ താൻ വിഷ്ണുവിനെ കയറി ഭീഷ്മർ എന്നൊക്കെ വിളിക്കുന്നേ? അത് പിന്നെ ഇങ്ങേരും ഭീഷ്മനും ഒരേ വർഷം ജനിച്ചതാണ് സർ. പുള്ളിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ട് ശരശയിൽ പോയി കിടക്കുമെങ്കിലും ചെയ്തു. ഈ കിളവൻ ഇപ്പോഴും കുമാരനാന്ന് പറഞ്ഞ് പെണ്ണും കണ്ട് നടക്കുക. എന്തുവാ? കാര്യമൊന്നും മനസ്സിലാവാതെ ഏതൻ അന്തം വിട്ടു നിന്നു. നിനക്കൊന്നും മനസ്സിലായില്ലല്ലോ? ഇല്ല. ഇതാ പ്രശ്നം. ഈ വിവരദോഷിയും അഹങ്കാരിയുമായവൾ വാ തുറക്കുന്നത് തന്നെ ആഹാരം കഴിക്കാനാ. ഞാൻ വാ തുറക്കുന്നത് ആഹാരം കഴിക്കാനാണെങ്കിൽ താൻ പിന്നെ വാ തുറക്കുന്നത് ആനയെ വിഴുങ്ങാനാണോടോ കിളവൻ ഭീഷ്മരെ? എടി എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ആ പേരിട്ട് വിളിക്കരുതെന്ന്. ആഹാ, അത് കൊള്ളാം. താൻ പറയുന്ന മാത്രം അനുസരിക്കാൻ ഞാൻ തന്റെ പെണ്ണുപിള്ളയൊന്നുമല്ലല്ലോ. ഒന്ന് പോയേടോ താൻ. ആവോളം പുച്ഛമിട്ടുകൊണ്ട് അവൾ അവനെ നോക്കി. എടി, പോടാ. നിർത്തുന്നുണ്ടോ രണ്ടും? തൂണിലേക്ക് കൈ ആഞ്ഞടിച്ചുകൊണ്ട് ഏതൻ രണ്ടുപേരെയും നോക്കി ദേഷ്യപ്പെട്ടു. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. നന്ദി.